പത്തനംതിട്ടയിൽ കൂടെ പോകാം. പത്തനംതിട്ട തണ്ണിത്തോട് തൂമ്പക്കുളത്ത് ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. തേക്കുതോട് തണ്ണിത്തോട് ഭാഗങ്ങളിൽ വെള്ളം കയറി, മരങ്ങൾ കടപുഴകി, ജനവാസ മേഖലയിൽ വെള്ളം കയറി. ശ്രീരാജ് ബാബു ഉണ്ട് അവിടെ നിന്നും. ശ്രീരാജ്, പത്തനംതിട്ടയിലെ സാഹചര്യം എങ്ങനെയാണ്? സോന, പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിലും ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലയിടങ്ങളിൽ ഉരുൾപൊട്ടിയതായിട്ടുള്ള സംശയമുണ്ട്. അത് ജില്ലാ ഭരണകൂടം സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും പല പ്രദേശങ്ങളിലും വെള്ളം കയറിയ സാഹചര്യമാണുള്ളത്. മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. ഈ ജലനിരപ്പ് കാണുമ്പോൾ നാട്ടുകാരായിട്ടുള്ള ആളുകൾ സംശയിക്കുന്ന ഇത്തരത്തിൽ ഉരുൾപൊട്ടിയതായിട്ടാണ്. കാരണം ഈ ഒലിച്ചു വരുന്ന വെള്ളത്തിന്റെ കൂടെ ഈ കല്ലും മണ്ണും അതുപോലെ തന്നെ മരങ്ങളും എല്ലാം തന്നെ ഒഴുകി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ പല പ്രദേശങ്ങളിലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വടശ്ശേരിക്കര ഭാഗത്താണ്. വടശ്ശേരിക്കരയിലേക്ക് പോകുന്ന പ്രധാന പാതയിലാണ് ഉള്ളത്. ഇവിടെ നമ്മൾ എത്തിയ സമയത്ത് ഈ ഭാഗത്തൊന്നും തന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല. നമ്മൾ വാഹനം ഇവിടേക്കായിരുന്നു ആദ്യം ഇട്ടിരുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് ഈ റോഡിലേക്കെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് നിൽക്കുന്നതിന്റെ നേരെ എതിർദിശയിലുള്ള പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വെള്ളം ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പത്തനംതിട്ടയുടെ മലയോര മേഖലകളിൽ ശക്തമായ മഴ ഇന്നലെ രാത്രി മുതൽ തന്നെ പെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രത്തോളം വെള്ളം ഇവിടേക്ക് കയറിയിട്ടുള്ളത്. മണിയാർ ഡാമിലടക്കം നിലവിൽ റെഡ് അലർട്ടാണ് ഉള്ളത്. ആ ഭാഗത്തും അതിശക്തമായ മഴ പെയ്യുന്നത് ഇത്തരത്തിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാനായിട്ടുള്ള കാരണമാകുന്നുണ്ട്. കല്ലാറിലും കക്കാട്ടാറിലും അതുപോലെ തന്നെ പമ്പ നദിയിലും തന്നെ വലിയ തരത്തിൽ വെള്ളം ഉയരുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നമുക്ക് ആ എതിർദിശയിൽ കാണുന്ന ആ വീടുകളിലെല്ലാം തന്നെ വെള്ളം വലിയ രീതിയിൽ കയറിയിട്ടുണ്ട്. അവിടെയുള്ള ആളുകളെല്ലാം തന്നെ തൊട്ടടുത്ത ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പലയിടങ്ങളിലും ഈ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടിയതായിട്ടുള്ള സംശയം നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇക്കാര്യത്തിൽ എന്തായാലും വരേണ്ടതായിട്ടുണ്ട്. അരുവാപ്പുലം ഭാഗത്ത് അതുപോലെ തന്നെ തൂമ്പാക്കുളം ഭാഗത്തെല്ലാം തന്നെ ഈ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ ഭാഗത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. വെള്ളം കയറി കിടക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അവിടെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് വരാനോ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോകാനോ ഉള്ളൊരു സാഹചര്യം നിലവിലില്ല. ആ ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള വെള്ളം ഇപ്പോഴും ഈ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ട് നമ്മൾ നിൽക്കുന്നതിന്റെ ഏറെ മുന്നേ ആയിരുന്നു നമ്മൾ ഇവിടെ വന്ന സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ വളരെ വേഗം തന്നെ വെള്ളം റോഡിലേക്ക് കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തേക്കുതോട് തൂമ്പാക്കുളം എന്ന ഭാഗം നിലവിൽ ഒറ്റപ്പെട്ടു. ഏതെങ്കിലും തരത്തിൽ ഈ മഴയുടേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നം, അത് മനുഷ്യജീവന് ഏതെങ്കിലും തരത്തിലുള്ള ഹാനി വരുന്ന തരത്തിലുള്ള ഒരു പ്രശ്നം നിലവിലില്ല എങ്കിൽ പോലും പല വീടുകളും പല പ്രദേശങ്ങളും ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതി നിലവിൽ പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിലും കോന്നി റാന്നി ഭാഗങ്ങളിലുമുണ്ട്. വടശ്ശേരിക്കര ഭാഗത്തേക്കുള്ള പ്രധാന പാതയിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ ഭാഗം പൂർണ്ണമായും ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടേക്ക് പോകാനൊരു സാഹചര്യം നിലവിൽ ഇല്ല. പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഈ നിൽക്കുന്നതിന്റെ എതിർദിശയിലുള്ള പല വീടുകളിലേക്കും വെള്ളം കയറി എന്ന് മാത്രമല്ല കോന്നിയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിപ്പിക്കാനും ഈ പല തരത്തിലുള്ള കല്ലാറിന്റെയും അതുപോലെ തന്നെ പമ്പാ നദിയുടെയും എല്ലാം തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ജില്ലയിലെ സ്കൂളുകൾക്കെല്ലാം തന്നെ നിലവിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുകൂടെ ഇന്ന് രാവിലെ ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ട് ജാഗ്രതാ മുന്നറിയിപ്പുകളും ആളുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കോന്നിയുടെയും റാന്നിയുടെയും വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. അരുവാപ്പുലം നെല്ലിക്കാപ്പാറയിൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടിയതായിട്ടുള്ള സംശയം അവിടുത്തെ ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങളിൽ ഈ ഉരുൾപൊട്ടൽ പോലെയുള്ള കാര്യങ്ങളിൽ എന്തായാലും തന്നെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ജില്ലാ കളക്ടർ